ചിരിയും ചിന്തയും നിറഞ്ഞ ഒരു ഹാരംബേ. സോഷ്യൽ വർക്ക് എന്ന് കേൾക്കുമ്പോൾ നാട്ടുകാരുടെ വിചാരം നമ്മൾ എന്തോ ഒരു NGO അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കോടിക്കണക്കിന് ഫണ്ടും വെച്ച് പാവപ്പെട്ടവർക്ക് പൈസ വാരി എറിയാൻ നടക്കുന്നവരാണെന്നാണ്. MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പഠിക്കാൻ ചേരുമ്പോൾ നമ്മുടെ വിചാരം കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഒറ്റയടിക്ക് ഈ സമൂഹത്തെ അങ്ങ് മാറ്റിമറിക്കാമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതല്ല കൂട്ടരെ. വെയിലത്ത് കിടന്ന് കരുവാളിച്ച് നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നങ്ങളും കേട്ട് അവസാനം സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ സമയം കിട്ടാത്തവരാണ് യഥാർത്ഥ സോഷ്യൽ വർക്കർമാർ. എന്തായാലും ലോകമെമ്പാടുമുള്ള ഫീൽഡിൽ കിടന്ന് കഷ്ടപ്പെടുന്ന എല്ലാ സോഷ്യൽ വർക്കർമാർ 2026 ലോക സോഷ്യൽ വർക്ക് ദിനാശംസകൾ. എല്ലാ വർഷവും മാർച്ചിലെ 3-ാമത്തെ ചൊവ്വാഴ്ചയാണ് ലോക സോഷ്യൽ വർക്ക് ദിനം. ഈ വർഷത്തെ തീം വളരെ വ്യത്യസ്തമാണ്. കോ ബിൽഡിംഗ് ഹോപ്പ് ആൻഡ് ഹാർമണി, എ ഹാരംബേ കോൾ ടു യുണൈറ്റ് എ ഡിവൈഡഡ് സൊസൈറ്റി. പ്രതീക്ഷയും ഐക്യവും ഒരുമിച്ച് കെട്ടിപ്പടുത്തുക, വിഭജിക്കപ്പെട്ട സമൂഹത്തെ ഒന്നിക്കാനുള്ള ഒരു ഹാരംബേ ആഹ്വാനം. എന്താണ് ഹാരംബേ? ഇത് കേവലം ഒരു ആഗോള മുദ്രാവാക്യമാണോ, അതോ നമ്മുടെ സമൂഹത്തിൽ താഴെത്തട്ടിൽ നടക്കുന്ന മാറ്റങ്ങളുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. ഹാരംബേ എന്നത് ഒരു സ്വാഹിലി പദമാണ്. കെനിയ, ടാൻസാനിയ, ഉഗാണ്ട എന്നിവിടങ്ങളിൽ, കേരളത്തിൽ മലയാളം പോലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴ് പോലെ ഉത്തർപ്രദേശിലെ ഹിന്ദി പോലെ സംസാരിക്കുന്ന ഭാഷയാണ് സ്വാഹിലി. ആൾ പുൾ ടുഗദർ, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വലിക്കുക എന്നതാണ് ഇതിനർത്ഥം. കെനിയയുടെ ഔദ്യോഗിക മുദ്രാവാക്യമാണിത്. പരസ്പര സഹായത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും ഒരു വലിയ സന്ദേശമാണ് ഈ ഒരൊറ്റ വാക്കിലുള്ളത്. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ ചെളിയിൽ താഴ്ന്ന ഒരു ലോറി നാട്ടുകാർ എല്ലാവരും കൂടി തള്ളിക്കയറ്റുന്ന അതേ ഇഫക്റ്റ് സാമ്പത്തികമായും സാംസ്കാരികമായും വിഭജിക്കപ്പെട്ട ഇന്നത്തെ കാലത്ത് താഴെത്തട്ടിലുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് പ്രായോഗിക തലത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കാർഷിക മേഖലയിലെ ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ നാട്ടിലെ ചെറുകിട നാമമാത്ര കർഷകർ, സ്മാൾ ആൻഡ് മാർജിനൽ ഫാമർ, പലപ്പോഴും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. മികച്ച വിപണിയോ ന്യായവിലയോ അവർക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. ഇവിടെയാണ് സോഷ്യൽ വർക്കർ പ്രൊജക്ട് കോർഡിനേറ്ററിന്റെയും പ്രാധാന്യം. ഈ കർഷകരെ ഒരുമിപ്പിച്ച് കാർഷിക ഉൽപാദക സംഘങ്ങൾ, ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ സോഷ്യൽ വർക്കർമാർ വലിയ പങ്ക് വഹിക്കുന്നു. ചിതറിക്കിടക്കുന്ന ജനങ്ങളെ ഒരുമിപ്പിച്ച് അവരുടെ ശേഷി വർദ്ധിപ്പിച്ച്, അതായത് കപ്പാസിറ്റി ബിൽഡിംഗ് നടത്തി അവരെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറ്റുന്ന ഈ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഹാരംബേ. തമാശകൾ മാറ്റി നിർത്തിയാൽ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യരെ ഒന്നിപ്പിക്കുക എന്നത് ഇന്ന് കേൾക്കാൻ നല്ല രസമുള്ള ഒരു വാചകം മാത്രമല്ല, അതൊരു അനിവാര്യതയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വശത്ത് അധികാരത്തിന്റെയും അതിർത്തികൾക്കും വേണ്ടിയുള്ള യുദ്ധങ്ങൾ മനുഷ്യജീവനെ വെറും കണക്കുകൾ മാത്രമായി മാറ്റും. കുട്ടികളും സാധാരണക്കാരുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ. മറുവശത്ത് അതിർത്തികൾക്കുള്ളിൽ നടക്കുന്ന മറ്റൊരു വലിയ യുദ്ധമുണ്ട്. മതപരമായ അസഹിഷ്ണുത, റിലീജിയസ് ഇൻടോളറൻസ്. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്ന് വരെ വിദ്വേഷത്തിന്റെ ഭാഷയിൽ തീരുമാനിക്കപ്പെടും. മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു പ്രധാന ആയുധമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലേക്ക് വന്ന വലിയൊരു സാമ്പത്തിക വിഭജനവും ഇവിടെയുണ്ട്. ഇതെല്ലാം നേരിട്ട് ബാധിക്കുന്നത് താഴെത്തട്ടിലുള്ള സാധാരണക്കാരെയാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് രംഗത്ത് പ്രവർത്തിച്ചിരിക്കുന്നവർക്ക് ഇതിന്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് അറിയാം. ഉദാഹരണത്തിന് കാർഷിക മേഖല. പല അഭിപ്രായമുള്ള കർഷകരെ സംഘടിപ്പിച്ച് ഒരു ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ FPO ഉണ്ടാക്കാൻ നോക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സ്വന്തമായി ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ കൊടും വെയിലത്ത് അവരെ ഒന്നിച്ചിരുത്തി ഒരു തീരുമാനം ഏൽപ്പിച്ച് ഒരു കളക്റ്റീവായി മാറ്റുമ്പോഴാണ് യഥാർത്ഥ ഹാരംബേ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. കാരണം ചൂഷണങ്ങളെ ചെറുക്കാൻ അവർ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും ആ കർഷകർ ഒന്നിക്കുമ്പോൾ അവിടെ വിഭജിക്കപ്പെട്ട ഒരു സമൂഹം ഒന്നിക്കുകയാണ്. ഇതൊക്കെ പകൽ നടക്കുന്ന വലിയ കാര്യങ്ങൾ. രാത്രി തിരിച്ച് ഓഫീസിൽ വന്നാൽ അടുത്ത പണി കാത്തിരിപ്പുണ്ട്. MIS ഫോം ഫില്ലിംഗ്, എക്സൽ ഷീറ്റും പിന്നെ തീരാത്ത റിപ്പോർട്ട് എഴുതും. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഒന്നിക്കുന്നതിനേക്കാൾ വലിയ തലവേദന ഈ ഡാറ്റ എൻട്രികൾ
ഫുൾഫിൽ ചെയ്യുന്നത് എന്ന് പല കോർഡിനേറ്റർമാരും അല്ലെങ്കിൽ സോഷ്യൽ വർക്കർമാർക്കും തോന്നുന്നുണ്ടാവും. സർക്കാരിനും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രതിസന്ധികൾക്കിടയിൽ ഈ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ സർക്കാരിന് വലിയൊരു റോളുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ആദ്യ പടി. അതുപോലെ താഴെത്തട്ടിലുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും കാർഷിക പദ്ധതികൾക്കും കൂടുതൽ ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. നമുക്ക് വ്യക്തിപരമായി എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന്, വിദ്വേഷം പ്രചരിപ്പിക്കാതിരിക്കുക. വാട്സപ്പിൽ വരുന്ന വ്യാജ വാർത്തകളും വർഗീയതയും പോസ്റ്റുകളും ഫോർവേഡ് ചെയ്യാതിരിക്കുക എന്നത് തന്നെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സോഷ്യൽ വർക്കാണ്. കമ്മ്യൂണിറ്റിയെ ശാക്തീകരിക്കുക. 3, ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്തുക. അവർക്ക് സ്വയം പര്യാപ്തനാകാനുള്ള അറിവുകൾ പകർന്നു നൽകുക. അവസാനമായി, സമൂഹത്തിന്റെ മുഴുവൻ സ്ട്രെസ്സും തലയിൽ അണിയുന്ന സോഷ്യൽ വർക്കർമാരോട് ഒരു കാര്യം: നാട്ടുകാരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് നടത്തുന്നതിനിടയിൽ സ്വന്തം മെന്റൽ ഹെൽത്ത് നോക്കാൻ മറക്കരുത്. നമ്മളും മനുഷ്യരാണല്ലോ. സോഷ്യൽ വർക്ക് എന്നത് വെറും ഒരു ജോലിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ലോകം യുദ്ധങ്ങളാലും വർഗീയതയാലും വിഭജിക്കപ്പെടുമ്പോൾ മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നതാണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇരുട്ട് എത്ര വലുതായാലും ഒരു ചെറിയ മെഴുകുതിരിക്ക് അതിനെ തോൽപ്പിക്കാൻ കഴിയും. ആ വെളിച്ചമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ ഫീൽഡിലെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ ഒരു അനുഭവം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ബാച്ച്മേറ്റ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.